നമ്മുടെ പ്രായത്തിലൊക്കെ നമ്മൾ എന്തുമാത്രം നാളികേരമൊക്കെ ഓണം വിഷുക്കെ ആയാലും വീട്ടിലെന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയാലും അവലോതുപൊടി ഉണ്ടാക്കാനും അച്ചപ്പം ഉണ്ടാക്കാനൊക്കെ എന്തോരം നമ്മൾ നാളികേരം. അതുപോലെ തന്നെ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ആ കല്യാണ വീട്ടിൽ പോയിട്ട് നമ്മൾ എത്ര നാളികേരം ചെരുവില്ലേ. ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാളികേരം മുറി എങ്ങനെ പിടിക്കുക എന്നറിയില്ല, എങ്ങനെ അത് ചെരുകാന്നറിയില്ല, ഇരുന്നവർക്ക് ചെരുകാനറിയില്ല. കാലം പോയവർക്ക് പോക്കേ എത്ര റെഡിമെയ്ഡായിട്ട് ചെരുകി പാലൊക്കെ കിട്ടുന്നുണ്ട്. അത് മേടിച്ച് ഉപയോഗിക്കാനാണ് ഇന്നത്തെ കുട്ടികൾക്ക് താല്പര്യം അല്ലേ. എല്ലാവർക്കും നമ്മളൊക്കെ നാളികേരം ഉടയ്ക്കുമ്പോഴേക്കും ആ വെള്ളത്തിന് പോയി സന്തോഷമായിട്ട് കയ്യും കാണിച്ചിട്ട് അത് മേടിച്ച് കുടിക്കും. അതുപോലെ തന്നെ എത്ര അമ്മമാർ പറയേണ്ട ആവശ്യമില്ല, അമ്മ ഞാൻ നാളികേരം ചെരുകി തരാട്ടെ, അമ്മേനെ ഞാൻ സഹായിക്കാട്ടാ. ഇന്നത്തെ കാലത്ത് കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പറയാം, അമ്മ ഉള്ളി വേണമെങ്കിൽ ഞാൻ തൊലി കളയാം, നാളികേരം ചെരുകാൻ അറിയില്ല അമ്മ. ഒരു പ്രാവശ്യങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത് ഈ നാളികേരം മുറിയുടെ സൈഡ് ആദ്യം ചെരുക്. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ നാളികേരത്തിൻ്റെ ഉള്ളി നമ്മുടെ ചിരവേറെ ഉള്ളിക്ക് നാളികേരം കാണിക്കും. അപ്പോൾ ആ നാളികേരത്തെ മാത്രം പോന്ന് കിട്ടും. സൈഡ് മുറുക്കാൻ അങ്ങനെ ഉണ്ടാവും അവിടെ. ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കൈയൊക്കെ പൊട്ടി ഇതൊക്കെ ആയാലും നമ്മളത് പഠിക്കാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് ആ നേരം അവർക്ക് മൊബൈലിൽ കളിക്കുക, ടി വി കാണുക, ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും വലിയ സന്തോഷം. ആരെയും ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലികൾ ചെയ്ത് പഠിക്കാനും കുട്ടികൾക്ക് താല്പര്യമില്ലാത്തൊരു കാലമായി. അമ്മമാരൊക്കെ ഉണ്ടാക്കി വായിലേക്ക് വാരി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കുക, അത് അത്രയും സന്തോഷം. അപ്പോൾ കൈ കഴുകണ്ടല്ലോ, മുഖം മാത്രം കഴുകണ്ടേ, അത് ഒരു തുള്ളി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വായും കഴുകണ്ട. അങ്ങനത്തെ കാലങ്ങളാണല്ലേ, ശരിയല്ലേ? എല്ലാ വീട്ടിലും